Now it is God's time to honor you. ഇപ്പോൾ ദൈവം നിങ്ങളെ മാനിക്കുന്ന സമയമാകുന്നു. God has put all your tears in his bottle. ദൈവം നിങ്ങളുടെ കണ്ണുനീരെല്ലാം തന്റെ തുരുത്തിയിൽ ശേഖരിച്ചിരിക്കുന്നു. God has counted all your wanderings. ദൈവം നിങ്ങളുടെ ഉഴൽച്ചകളെയെല്ലാം എണ്ണിയിരിക്കുന്നു. Never be discouraged. നിങ്ങൾ ഒരിക്കലും അധൈര്യപ്പെടരുത്. Now is the time of your miracle. ഇപ്പോൾ നിങ്ങളുടെ അത്ഭുതത്തിന്റെ സമയമാണ്. Miracles are happening. അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. Whatever the demon has stolen from your life, ദുരാത്മാക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്തെല്ലാം അപഹരിച്ചിരിക്കുന്നു, they are being given back to you, dear friend. സ്നേഹിതന്മാരെ, അവയെല്ലാം ദൈവം നിങ്ങൾക്ക് തിരികെ നൽകുന്നു. Right now, ഇപ്പോൾ തന്നെ everything is coming back. സകലതും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. Everything that you have planned in their lives, they are coming into their lives. അവരുടെ ജീവിതത്തിൽ അങ്ങ് ആവിഷ്കരിച്ച പദ്ധതികൾക്ക് അനുസരിച്ച് സകലതും അവർക്ക് The ലഭിക്കുന്നു. best things are being given. ഏറ്റവും ഉത്തമമായ കാര്യങ്ങൾ അവർക്ക് നൽകപ്പെടുന്നു. Come on, take the blessings from the hand of God. ഒരു ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവിൻ. Today the Lord says, your sorrow will be turned into joy. ഇന്ന് ദൈവം നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. I do not know what is in your നിങ്ങളുടെ heart, ഹൃദയത്തിലെ വിചാരങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. but God knows. എന്നാൽ ദൈവം എല്ലാം അറിയുന്നു. You may be worried about the problems in your life, ഒരുപക്ഷെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നിമിത്തം നിങ്ങൾ ഭാരപ്പെടുകയാവാം, വിഷമിക്കുകയാവാം. but then God will turn everything upside down. എന്നാൽ ദൈവം സകല പ്രശ്നങ്ങളെയും തലകീഴാക്കി മാറ്റും. From this day on, the Lord is going to bless you, dear friends. ഈ ദിവസം മുതൽ പ്രിയ സ്നേഹിതന്മാരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ പോകുന്നു. Vizag is a special place for our family. ഞങ്ങളുടെ കുടുംബം പ്രത്യേകമായ പ്രാധാന്യം നൽകുന്ന ഒരു പട്ടണമാണ് Our വിശാഖപട്ടണം. daughter Stella Ramola, she had the first live music concert here right in this place. ഞങ്ങളുടെ മകൾ സ്റ്റെല്ല റെമോള അവളുടെ ആദ്യത്തെ സംഗീത പരിപാടി ഇവിടെ വെച്ചാണ് നടത്തിയത്, അതായത് ഈ സ്ഥലത്ത് വെച്ച്. The Lord used her mightily. ദൈവം അവളെ അതിശക്തമായി ഉപയോഗിച്ചു. Thank you, Lord. ദൈവത്തിന് സ്തോത്രം. And this is the very place the Lord visited me in the year 2008. 2008 ഈ സ്ഥലത്ത് വെച്ചാണ് സർവശക്തനായ ദൈവം എന്നെ സന്ദർശിച്ചത്. When I was full of sorrow, ഞാൻ അത്യധികമായ ദുഃഖത്താൽ നിറഞ്ഞിരുന്നപ്പോൾ, and when I could not sleep in the night, എനിക്ക് രാത്രിയിൽ ഉറങ്ങുവാൻ പോലും സാധിച്ചിരുന്നില്ല. ആ സമയത്ത് the Lord said to me, my daughter, sleep tonight, go to bed and wake up tomorrow morning and I will fill you with my spirit. ദൈവം എന്നോട് പറഞ്ഞു, എൻ്റെ മകളെ, നീ ഇപ്പോൾ പോയി കിടന്നുറങ്ങൂ, നാളെ രാവിലെ എഴുന്നേൽക്കൂ, ഞാൻ എൻ്റെ ആത്മാവിനാൽ നിന്നെ നിറയ്ക്കും. I was waiting for the moment for God to fill us with the Holy Spirit. ദൈവം എന്നെ തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുന്ന ആ സമയത്തിനു വേണ്ടി ഞാൻ Early കാത്തിരിക്കുകയായിരുന്നു. morning when we got up and knelt down beside our bed, the Lord visited us. അതിരാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് ഞങ്ങളുടെ കിടക്കയ്ക്കരികിൽ മുട്ടുകുത്തിയപ്പോൾ ദൈവം ഞങ്ങളെ സന്ദർശിച്ചു. He stood right in front of myself and my husband. ദൈവം എന്റെയും എൻ്റെ ഭർത്താവിൻ്റെയും മുൻപിൽ He നിന്നു. kept on smiling at us for nearly 1 hour. ഏകദേശം 1 മണിക്കൂർ നേരം ദൈവം ഞങ്ങളോട് പുഞ്ചിരിച്ചുകൊണ്ടേയിരുന്നു. And he turned all my sorrow into joy. അന്ന് ദൈവം എൻ്റെ സകല ദുഃഖത്തെയും സന്തോഷമാക്കി തീർത്തു. I forgot about all my sorrow and my grief. ഞാൻ എൻ്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും സകലതും മറന്നു കളഞ്ഞു. And the Lord filled my husband and myself with the joy of the Holy Spirit. ദൈവം എന്നെയും എൻ്റെ ഭർത്താവിനെയും പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദത്താൽ നിറച്ചു. You may be saying, I am poor and needy. ഒരുപക്ഷെ നിങ്ങൾ ഇങ്ങനെ പറയുകയാവാം, ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു. But then the Lord is thinking about you, dear friend. എന്നാൽ പ്രിയ സ്നേഹിതന്മാരെ, കർത്താവ് നിങ്ങളെ വിചാരിക്കുന്നു. You may have come here with so much of hope in your heart. ഹൃദയത്തിൽ നിറഞ്ഞ പ്രത്യാശയോടെ ആയിരിക്കാം നിങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. There is surely a future hope. തീർച്ചയായും ഭാവിയിൽ നിങ്ങൾക്ക് പ്രത്യാശയുണ്ട്.
and your hope will never be cut off. നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഒരിക്കലും ഭംഗം വരികയില്ല. Whatever I was asking God, the Lord granted everything when He appeared before me. ദൈവം എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞാൻ ദൈവത്തോട് എന്തെല്ലാം യാചിച്ചുവോ അതെല്ലാം ദൈവം എനിക്ക് നൽകി. And today He has given me the confidence to know that He is with me. ഇന്ന് ദൈവം എന്നോടൊപ്പമുണ്ടെന്ന് അറിയുന്നതിനുള്ള ആത്മവിശ്വാസവും ദൈവം എനിക്ക് നൽകിയിരിക്കുന്നു. And whatever may come into my life, എൻ്റെ ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും I will never be bothered about that at all, ഞാൻ ഒരിക്കലും അതിനെക്കുറിച്ചൊന്നും വിഷമിക്കുകയില്ല. because I know that the Lord is with കാരണം me. ദൈവം എന്നോടൊപ്പമുണ്ടെന്ന് എനിക്കറിയാം. The Lord knows my heart. ദൈവം എൻ്റെ ഹൃദയത്തിലെ വിചാരങ്ങൾ അറിയുന്നു. The Lord knows my longings. ദൈവം എൻ്റെ ആശകളെല്ലാം അറിയുന്നു. The Lord knows my needs. ദൈവം എൻ്റെ ആവശ്യങ്ങളും അറിയുന്നു. Dear friend, never be പ്രിയ discouraged. സ്നേഹിത, ഒരിക്കലും നിങ്ങൾ അധൈര്യപ്പെടരുത്. Never say that the Lord is not answering my ദൈവം prayers. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നില്ല എന്ന് ഒരിക്കലും പറയരുത്. The Lord watches over you. ദൈവം നിങ്ങളെ പരിപാലിക്കുന്നു. The Lord who watches over you never sleeps, never നിങ്ങളെ slumbers. പരിപാലിക്കുന്ന ദൈവം ഒരിക്കലും മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. Even today, the Lord will answer all your ഇന്നും prayers. ദൈവം നിങ്ങളുടെ സകല പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകും. Recently, when we had healing meeting, blessing meeting in Bethesda in Coimbatore, ഈയിടെ കോയമ്പത്തൂരിലെ ബെഥസ്തയിൽ ഞങ്ങൾ രോഗശാന്തി അനുഗ്രഹ ശുശ്രൂഷ നടത്തിയപ്പോൾ there a father brought his daughter, young daughter, to the meeting. ഒരു പിതാവ് തന്റെ യൗവനക്കാരിയായ മകളെ ആ യോഗസ്ഥലത്തേക്ക് They കൂട്ടിക്കൊണ്ടുവന്നിരുന്നു. were sitting right in front of the crowd. അവർ ആ ജനക്കൂട്ടത്തിന്റെ ഏറ്റവും മുന്നിലാണ് I ഇരുന്നിരുന്നത്. could see something disturbing them. എന്തോ ഒന്ന് അവരെ ശല്യപ്പെടുത്തുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ The കഴിഞ്ഞു. child could not sit in her seat. ആ കുട്ടിക്ക് തന്റെ ഇരിപ്പിടത്തിൽ ഇരിക്കുവാൻ And സാധിച്ചിരുന്നില്ല. finally, after all the prayers were offered, the father brought the daughter to the stage to testify. അവസാനം പ്രാർത്ഥനകളെല്ലാം അർപ്പിച്ചതിന് ശേഷം ആ പിതാവ് തന്റെ മകളെ സാക്ഷ്യം പറയുവാൻ സ്റ്റേജിലേക്ക് Do കൂട്ടിക്കൊണ്ടുവന്നു. you know what the father said? ആ പിതാവ് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. My daughter was possessed with the evil spirit. എന്റെ മകളെ ദുരാത്മാക്കൾ ബാധിച്ചിരുന്നു. She used to shout and throw away things in our house. അവൾ വീട്ടിലായിരിക്കുമ്പോൾ ഉച്ചത്തിൽ അലറുകയും സാധനങ്ങൾ വലിച്ചെറിയുകയും ചെയ്യാറുണ്ട്. And her nerves were affected. അത് നിമിത്തം അവളുടെ നാഡീ ഞരമ്പുകൾ ബാധിക്കപ്പെട്ടു. She would have convulsions very often. അവൾക്ക് ഇടയ്ക്കിടെ അപസ്മാരവും വരാറുണ്ടായിരുന്നു. She would run here and there and disturb the whole family. അവൾ അങ്ങുമിങ്ങും ഓടി നടക്കും, കുടുംബത്തിലെ എല്ലാവരെയും ശല്യപ്പെടുത്തും. But then today, as Sister Evangeline was praying, എന്നാൽ ഇന്ന് സഹോദരി ഇവാഞ്ചലിൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ the Lord touched her. കർത്താവ് അവളെ The സ്പർശിച്ചു. evil spirit left her. ദുരാത്മാക്കൾ അവളെ വിട്ട് ഓടിപ്പോയി. And my daughter is healed now. ഇന്ന് എന്റെ മകൾക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചിരിക്കുന്നു. He was so happy. അദ്ദേഹം വളരെ The സന്തോഷത്തിലായിരുന്നു. little child was jumping up and down. ആ മകൾ സന്തോഷത്തോടെ തുള്ളി ചാടുകയായിരുന്നു. All their sorrows were turned into joy. അവരുടെ സകല ദുഃഖങ്ങളും സന്തോഷമായി മാറി. Will not God visit you also today, dear friend? സ്നേഹിതന്മാരെ, ഇന്ന് ദൈവം നിങ്ങളെയും സന്ദർശിക്കാതിരിക്കുമോ? You may be saying, I'm poor and needy. ഒരുപക്ഷെ നിങ്ങൾ പറയുകയാവാം, ഞാൻ എളിയവനും But ദരിദ്രനുമാകുന്നു. then God will visit you tonight. എന്നാൽ ഇന്ന് രാത്രി ദൈവം നിങ്ങളെ സന്ദർശിക്കും. Get ready to be filled with the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ നിങ്ങൾ തയ്യാറാകുവിൻ. He is our only joy. പരിശുദ്ധാത്മാവാകുന്നു നമ്മുടെ ഏക God സന്തോഷം. is our only comfort. ദൈവം മാത്രമാണ് നമ്മുടെ He ആശ്വാസം. can comfort with all his comforts. ദൈവത്തിനെ തന്റെ സർവ്വ ആശ്വാസത്തോടും കൂടി നമ്മെ ആശ്വസിപ്പിക്കുവാൻ സാധിക്കും. No prayers will go waste, dear friend. സ്നേഹിതന്മാരെ, നിങ്ങളുടെ ഒരു പ്രാർത്ഥനയും വൃഥാവായി പോകയില്ല. The Lord will give an answer to every one of you.
ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം നൽകും. Shall we all close our eyes and look up to God for God to come and fill us with the joy of the Holy Spirit? നമുക്കെല്ലാവർക്കും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. ദൈവം വന്ന് തന്റെ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്താൽ നമ്മെ നിറയ്ക്കുന്നതിന്. You've been a part of this Jesus calls ministry. നിങ്ങൾ ഈ യേശു വിളിക്കുന്ന ശുശ്രൂഷയുടെ ഒരു You ഭാഗമായിരിക്കുന്നു. have honored God by giving offering to God. നിങ്ങൾ സ്തോത്രക്കാഴ്ചകൾ നൽകി ദൈവത്തെ മാനിച്ചിരിക്കുന്നു. Now it is God's time to honor you. ഇപ്പോൾ ദൈവം നിങ്ങളെ മാനിക്കുന്ന സമയമാകുന്നു. God has put all your tears in his bottle. ദൈവം നിങ്ങളുടെ കണ്ണുനീരെല്ലാം തന്റെ തുരുത്തിയിൽ God ശേഖരിച്ചിരിക്കുന്നു. has counted all your wanderings. ദൈവം നിങ്ങളുടെ ഉഴൽച്ചകളെയെല്ലാം എണ്ണിയിരിക്കുന്നു. God is thinking about you, dear friend. സ്നേഹിതന്മാരെ, ദൈവം നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നു. Never be discouraged. നിങ്ങൾ ഒരിക്കലും അധൈര്യപ്പെടരുത്. Even now, ഇപ്പോഴും shall we all rise up to our feet, നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. cry out to God, ദൈവത്തോട് നിലവിളിക്കാം. and ask God to come and fill us. നമ്മെ വന്ന് നിറയ്ക്കുവാൻ ദൈവത്തോട് യാചിക്കാം. Don't leave him, dear friend. നിങ്ങൾ ദൈവത്തെ വിട്ടുകളയരുത്. Whoever you may be, നിങ്ങൾ ആരായിരുന്നാലും ശരി, you may be even saying, I do not know who Jesus is. യേശു ആരാണെന്ന് പോലും എനിക്കറിയില്ലെന്ന് നിങ്ങൾ പറയുകയാവാം. But then God is mindful of you to bless you tonight. എന്നാൽ ഇന്ന് രാത്രി നിങ്ങളെ അനുഗ്രഹിക്കുന്നതിൽ ദൈവം Come on, ജാഗ്രതയോടിരിക്കുന്നു. open your mouths and praise God. വരൂ, നിങ്ങൾ വായ് തുറന്ന് ദൈവത്തെ സ്തുതിക്കുവിൻ. May the Lord visit you tonight. ഇന്ന് രാത്രി ദൈവം നിങ്ങളെ സന്ദർശിക്കട്ടെ. You will see God. നിങ്ങൾ ദൈവത്തെ ദർശിക്കും. Thank you, Lord. കർത്താവേ നന്ദി. Thank you, Lord. കർത്താവേ നന്ദി. You are already here, Lord. അങ്ങ് ഇപ്പോൾ തന്നെ ഇവിടെയുണ്ട്. You are visiting your children, Lord. അങ്ങയുടെ മക്കളെ സന്ദർശിക്കുകയാണ്. Fill them, Lord. കർത്താവേ അവരെ നിറയ്ക്കണമേ. Show them that you are their Father. അങ്ങ് അവരുടെ പിതാവാണെന്ന് അങ്ങ് അവർക്ക് കാണിച്ചു കൊടുക്കണമേ. Fill them, Lord. കർത്താവേ അവരെ നിറയ്ക്കണമേ. Fill them with your joy. അങ്ങയുടെ സന്തോഷത്താൽ അവരെ നിറയ്ക്കണമേ. Let all their grief be turned into joy. അവരുടെ സകല ദുഃഖവും സന്തോഷമായി മാറട്ടെ. Their sorrow be turned into അവരുടെ joy. സകല ദുഃഖവും സന്തോഷമായി മാറട്ടെ. Come on, welcome God. ദൈവത്തെ സ്വാഗതം ചെയ്യുവിൻ. Welcome Jesus. യേശുവിനെ സ്വാഗതം ചെയ്യുവിൻ. Say to God, come Lord. കർത്താവേ എന്നിലേക്ക് വരേണമേ. Come Lord. എന്നിലേക്ക് വരേണമേ. Visit me, Lord. എന്നെ സന്ദർശിക്കണമേ. He is ready to visit you. കർത്താവ് നിങ്ങളെ സന്ദർശിക്കുവാൻ തയ്യാറായിരിക്കുന്നു. Believe. വിശ്വസിക്കുവിൻ. Believe. വിശ്വസിക്കുവിൻ. He is filling you right കർത്താവ് now. ഇപ്പോൾ നിങ്ങളെ നിറയ്ക്കുകയാണ്. Thank you, Lord. കർത്താവേ നന്ദി. Shall we all clap our hands and praise God? നമുക്ക് എല്ലാവർക്കും കരഘോഷം മുഴക്കി ദൈവത്തെ സ്തുതിക്കാം. Praise God. ദൈവത്തെ സ്തുതിക്കുക. Jesus is real. യേശു ഒരു യാഥാർത്ഥ്യമാകുന്നു. Jesus is full of love. യേശു സ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്നു. His love is entering into your heart right now. യേശുവിന്റെ സ്നേഹം ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് Be പ്രവേശിക്കുകയാണ്. filled. നിങ്ങൾ നിറയപ്പെടുവിൻ. Be filled with the love of Jesus. യേശുവിന്റെ സ്നേഹത്താൽ നിറയപ്പെടുവിൻ. Jesus. യേശു. Jesus. യേശു. Come on, shout the name of വരൂ, Jesus. യേശുവിന്റെ നാമം ഉച്ചത്തിൽ പറയുവിൻ. Thank you, Lord. കർത്താവേ നന്ദി. Thank you, Lord. കർത്താവേ നന്ദി. Thank you, Lord, കർത്താവേ നന്ദി. for visiting them, Lord, അവരെ സന്ദർശിക്കുന്നതിന് for നന്ദി. coming into every heart എല്ലാ ഹൃദയങ്ങളിലേക്കും വരുന്നതിന് and നന്ദി. turning every sorrow into സകല joy. ദുഃഖത്തെയും സന്തോഷമാക്കി മാറ്റുന്നതിന് The നന്ദി. joy of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ സന്തോഷം Be filled. നിങ്ങൾ അതിനാൽ Be നിറയപ്പെടുവിൻ. filled by the power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെടുവിൻ. Let the young and the old be filled by the power of the Holy Spirit. പ്രായമായവരും ചെറുപ്പക്കാരും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെടട്ടെ. Thank you, Lord. കർത്താവേ നന്ദി. Thank you, Lord. കർത്താവേ നന്ദി. Lord, fill them to the brim, oh God. കർത്താവേ അവരെ അങ്ങ് വക്കോളം നിറയ്ക്കണമേ. Pluck away the sorrow out of them, Lord. അവരിൽ നിന്ന് ദുഃഖത്തെ അങ്ങ് പിഴുതെറിയണമേ. Suck the sorrow out of them, Lord. അവരിൽ നിന്ന് ദുഃഖത്തെ അങ്ങ് പിഴുതെറിയണമേ. Let their pains leave. അവരുടെ വേദനകളെല്ലാം അവരെ വിട്ട് പോകട്ടെ. Let the sicknesses leave. സകല വ്യാധികളും അവരെ വിട്ട് പോകട്ടെ. Let the diseases leave.
leave. സകല രോഗങ്ങളും അവരെ വിട്ട് പോകട്ടെ. Let the demons leave in Jesus' name. യേശുവിന്റെ നാമത്തിൽ ദുരാത്മാക്കൾ അവരെ വിട്ട് പോകട്ടെ. Let every darkness leave. സകല ഇരുളും അവരെ വിട്ട് അകന്നു പോകട്ടെ. Let every chain be broken in Jesus' name. യേശുവിന്റെ നാമത്തിൽ സകല ചങ്ങലകളും തകർന്നു വീഴട്ടെ. Come on, rejoice. വരൂ, നിങ്ങൾ സന്തോഷിപ്പിൻ. Now is the time of your miracle. നിങ്ങളുടെ അത്ഭുതത്തിന്റെ സമയമാണ്. Miracles are happening. അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. Whatever the demon has stolen from your life, ദുരാത്മാക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്തെല്ലാം അപഹരിച്ചിരിക്കുന്നു, they are being given back to you, dear friend. സ്നേഹിതന്മാരെ, അവയെല്ലാം Right ദൈവം നിങ്ങൾക്ക് now, തിരികെ നൽകുന്നു. everything is coming ഇപ്പോൾ back. തന്നെ Coming back. സകലതും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. Coming back. തിരിച്ചു വരുന്നു. Joy. തിരിച്ചു വരുന്നു. Love in the family. സന്തോഷം തിരിച്ചു വരുന്നു. സ്നേഹം The കുടുംബത്തിലേക്ക് തിരിച്ചു wisdom that you വരുന്നു. have lost. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ജ്ഞാനം തിരികെ The ലഭിക്കുന്നു. job that you have lost. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ജോലി തിരികെ ലഭിക്കുന്നു. The profit that you have lost. നഷ്ടപ്പെട്ട ലാഭം നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നു. Everything is coming back. സകലതും തിരിച്ചു വരുന്നു. Thank you, Lord. കർത്താവേ, നന്ദി. Lord is touching your body and healing you right കർത്താവ് now. നിങ്ങളുടെ ശരീരത്തെ സ്പർശിച്ച് നിങ്ങൾക്ക് സൗഖ്യം നൽകുന്നു. Be healed. സൗഖ്യം പ്രാപിക്കുവിൻ. Be healed. സൗഖ്യം പ്രാപിക്കുവിൻ. From head to toe, let you be healed. ശിരസ്സ് മുതൽ പാദം വരെ നിങ്ങൾ സൗഖ്യം പ്രാപിക്കുവിൻ. May you be healed in Jesus' name. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കട്ടെ. Thank you, കർത്താവേ, Lord. നന്ദി. Thank you, Lord. കർത്താവേ, നന്ദി. Boils are shrinking right now. ബോയിലുകൾ ഇപ്പോൾ ചുരുങ്ങിപ്പോകുന്നു. Thank you, Lord. കർത്താവേ, നന്ദി. Thank you, Jesus. യേശുവേ, നന്ദി. Lord is touching you right now. ഇപ്പോൾ കർത്താവ് നിങ്ങളെ സ്പർശിക്കുകയാണ്. You be filled with the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക. Where the Lord is, there is എവിടെ deliverance. ദൈവമുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. Thank you, യേശുവേ, Jesus. നന്ദി. The Lord is remembering you and blessing you ഇന്ന് tonight. രാത്രി ദൈവം നിങ്ങളെ ഓർക്കുന്നു, നിങ്ങളെ അനുഗ്രഹിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Go back with joy. സന്തോഷത്തോടെ തിരിച്ചു പോകുവിൻ. Go back with blessings. അനുഗ്രഹങ്ങളോടെ തിരിച്ചു പോകുവിൻ. Come on, clap your ഒരു കരഘോഷം hands മുഴക്കുവിൻ. and thank God with all your heart. ഹൃദയത്തോടെ ദൈവത്തോട് നന്ദി പറയുവിൻ. Praise ദൈവത്തെ God. സ്തുതിക്കുവിൻ. Shout glory to God. ദൈവത്തിന് മഹത്വമെന്ന ഉച്ചത്തിൽ പറയുവിൻ. Now is the time of your blessing. ഇപ്പോൾ നിങ്ങളുടെ അത്ഭുതത്തിന്റെ സമയമാണ്. You are a blessed person. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. The Lord is blessing you. ദൈവം നിങ്ങളെ He is അനുഗ്രഹിക്കുന്നു. laying His mighty hand and blessing you. ദൈവം തന്റെ വല്ലഭത്വമുള്ള കരം നിങ്ങളുടെ മേൽ വെച്ച് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. Fill them, കർത്താവേ, അവരെ Lord. നിറയ്ക്കണമേ. Fill them, അവരെ Lord. നിറയ്ക്കണമേ. With more of your power. നിങ്ങളുടെ ശക്തിയാൽ അധികമായി അവരെ നിറയ്ക്കണമേ. With more of your joy. നിങ്ങളുടെ കൂടുതൽ സന്തോഷത്താൽ അവരെ നിറയ്ക്കണമേ. Thank you, കർത്താവേ, Lord. നന്ദി. Let the devil be ashamed. പിശാച് ലജ്ജിച്ചു പോകട്ടെ. Thank you, Lord. കർത്താവേ, നന്ദി. Thank you, Jesus. യേശുവേ, നന്ദി. Everything that you have planned in their lives, they are coming into their അവരുടെ lives. ജീവിതത്തിൽ അങ്ങ് ആവിഷ്കരിച്ച പദ്ധതികൾക്ക് അനുസരിച്ച് സകലതും അവർക്ക് ലഭിക്കുന്നു. The best things are being given. ഏറ്റവും ഉത്തമമായ കാര്യങ്ങൾ അവർക്ക് നൽകപ്പെടുന്നു. Come on, take the blessings from the hand of God. ഒരു ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവിൻ. The Lord is giving you a ദൈവം child. നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ദാനമായി നൽകുന്നു. Thank you, കർത്താവേ, Lord. നന്ദി. The Lord is giving you a ദൈവം partner. നിങ്ങൾക്ക് ഒരു പങ്കാളിയെ നൽകുന്നു. The Lord is giving you a house of your ദൈവം own. നിങ്ങൾക്ക് സ്വന്തമായി ഒരു വീട് നൽകുന്നു. Thank you, Lord. കർത്താവേ, നന്ദി. Thank you, കർത്താവേ, Lord, നന്ദി. for all the നിങ്ങൾ waiting. ഇതുവരെ കാത്തിരുന്നതിനെ പകരമായി The Lord is blessing you tonight. ഇന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു. The Lord knows your heart, ദൈവം നിങ്ങളുടെ ഹൃദയത്തിലെ വിചാരങ്ങളെ how അറിയുന്നു. much you loved Him, നിങ്ങൾ എത്രമാത്രം ദൈവത്തെ സ്നേഹിച്ചിട്ടുണ്ടെന്ന് how ദൈവം much അറിയുന്നു. you have blessed Him. നിങ്ങൾ എത്രമാത്രം ദൈവത്തെ വാഴ്ത്തിയിട്ടുണ്ടെന്ന് ദൈവം The അറിയുന്നു. Lord is remembering you and blessing you. ദൈവം നിങ്ങളെ ഓർക്കുന്നു, നിങ്ങളെ അനുഗ്രഹിക്കുന്നു. Be grateful to God. നിങ്ങൾ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കും. Don't murmur, നിങ്ങൾ ഒരിക്കലും പിറുപിറുക്കരുത്. but keep on praising God. നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുവിൻ. Miracle is on the way. അത്ഭുതങ്ങൾ നിങ്ങളെ തേടി വരികയാണ്. Thank you, കർത്താവേ, Lord. നന്ദി. Go with joy. സന്തോഷത്തോടെ പോകുവിൻ. Be blessed.
അനുഗ്രഹീതരാകുവിൻ. Thank you, Jesus. യേശുവേ നന്ദി.